الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ സാഹചര്യങ്ങളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ സ്വർഗം ആഗ്രഹിക്കുന്ന, നരകത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖികളിൽ സർവശക്തൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പ്രാർത്ഥനകളോടെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിച്ച വിശുദ്ധ റമദാൻ യാത്ര ചോദിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഒരുപക്ഷെ ഈ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയിലായിരിക്കാം നമ്മുടെ ഈ ഒത്തുകൂടൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം റമദാൻ 29 വ്യാഴാഴ്ച മാസപ്പിറവി നിരീക്ഷിക്കേണ്ടതുണ്ട് എന്നാണ്. ആ 29 സൂര്യാസ്തമയത്തിന് ശേഷം മാസപ്പിറവി കാണാൻ ഏറെ സാധ്യതകളുള്ളത് കൊണ്ട് തന്നെ അന്ന് മാസപ്പിറവി കണ്ടാൽ പിറ്റേ ദിവസം വെള്ളിയാഴ്ച ഈദുൽ ഫിത്ർ ആയിരിക്കും. അങ്ങനെയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാവുമ്പോൾ ഇത് ഈ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച ആയേക്കും. അവസാനത്തെ 10 ഏറെ ശ്രേഷ്ഠമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇനി ഒരിക്കൽ കൂടി ഈ മഹത്തായ ഇതുപോലത്തെ മനോഹരമായ രാവും പകലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ കിട്ടുമോ എന്ന് തീർത്തു പറയാൻ പറ്റാത്തവരാണ് നമ്മളൊക്കെ. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ നമ്മുടെ പരിസരങ്ങളിൽ നടന്ന ചില അപകട മരണങ്ങളിലേക്കൊക്കെ വെറുതെ ഒന്ന് എത്തി നോക്കുക. നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ, നമ്മളെക്കാൾ ഊർജ്ജസ്വലരായ, നമ്മുടെ എത്രയൊന്നും രോഗങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്ത ഒരുപാട് ആളുകൾ നോമ്പ് നോറ്റവരായി റബ്ബിന്റെ മുമ്പിലേക്ക് മടങ്ങി. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ട് തന്നെ ഈ റമദാൻ മാസത്തിന്റെ കഴിഞ്ഞ ദിവസങ്ങളെ ചെറിയ ഒരു അവലോകനം നടത്തുകയും എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുവാൻ ഇനിയുള്ള ദിവസങ്ങൾ മനോഹരമായി നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നതും, ആ ദിവസങ്ങളിലേക്ക് അള്ളാഹു നമ്മുടെ ആയുസ്സിനെ നീട്ടിത്തരികയാണെങ്കിൽ ആ ദിവസങ്ങളിൽ നഷ്ടപ്പെട്ടവ തിരിച്ചു പിടിക്കാൻ എങ്ങനെയൊക്കെ നമ്മൾ കഠിനമായി പ്രയത്നിക്കണമെന്നും ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും ദൗർഭാഗ്യവാനായ മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ?
ഞാനൊരു ഉദാഹരണം പറയാം. പട്ടിണി കൊണ്ട് പരവശനായ തളർന്നുപോയ ഒരാൾ, അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ നിർവാഹമില്ല, ഭക്ഷണം അയാൾക്കില്ല, അയാൾക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. നമുക്കറിയാം ചിലയിടങ്ങളിൽ സൗജന്യമായ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. നമ്മൾ അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അവിടേക്ക് പോയിട്ട് അവിടെ നിന്ന് ഭക്ഷണം വാങ്ങി കഴിച്ചോളൂ. അയാൾ വൈകുന്നേരം നമ്മുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്ക് എവിടെ നിന്നും ഭക്ഷണം കിട്ടിയില്ല. നമ്മൾ പറയും പാവം മനുഷ്യൻ അല്ലെ, അല്ലെങ്കിൽ നിർഭാഗ്യവാനായ മനുഷ്യൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, ഈ ലോകത്ത് ജീവിക്കുന്ന ഏറ്റവും ദൗർഭാഗ്യവാനായ ആൾ ആരാന്നറിയോ? മൻ ഹുരിമൽ ഖൈർ. നന്മകൾ ചെയ്യാനും നന്മകളിൽ പങ്കാളികളാവാനും നല്ല മാർഗത്തിൽ ജീവിക്കാനും ഒട്ടനേകം അവസരങ്ങൾ മുമ്പിലുണ്ടായിട്ടും അതിലൊന്നും പങ്കെടുക്കാനോ ഉൾപ്പെടാനോ കഴിയാതെ, ആ നന്മകൾ കരസ്ഥമാക്കാൻ കഴിയാതെ ഈ ലോകത്ത് ജീവിച്ച പാവം മനുഷ്യനാണ് ഈ ലോകത്തിലെ ഏറ്റവും ദൗർഭാഗ്യവാനായ മനുഷ്യൻ. ജീവിതത്തിന്റെ ലക്ഷ്യമായ സ്വർഗപ്രവേശനത്തിന് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും ഏതൊരു മനുഷ്യനും എത്തിപ്പിടിക്കാവുന്ന രൂപത്തിലും അകലത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ സജ്ജീകരിച്ച ദിവസങ്ങളായിരുന്നു റമളാനിന്റെ രാവും പകലും. ആ രാപ്പകലുകളിലൂടെയാണ് നമ്മൾ ജീവിച്ചത്. ആ രാപ്പകലുകളിൽ കൂടിയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയത്. നമ്മുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ രാപ്പകലുകളിൽ അല്ലാഹു തആല നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച ആ മഹത്തായ അനുഗ്രഹങ്ങളെ എത്രമാത്രം നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചു. വിശുദ്ധ ഖുർആനിന്റെ അവതരണം കൊണ്ട് ധന്യമായ ഈ മാസത്തിൽ ഖുർആൻ പാരായണവും ഖുർആൻ പഠനവും ജീവിതത്തിന്റെ ശീലമാക്കണമെന്ന് ആഗ്രഹിച്ച നമുക്ക് എത്ര ഓതാൻ കഴിഞ്ഞു? എത്ര ജുസുകൾ ഓതി? എത്ര പ്രാവശ്യം നമ്മൾ ഖുർആൻ പൂർത്തിയാക്കാറായി? എത്ര ആയത്തുകൾ പഠിച്ചു? എത്ര ആയത്തുകൾ മനഃപ്പാഠമാക്കി? അതിൽ എത്ര ആയത്തുകളെ കുറിച്ച് നമ്മൾ ദൃഢമായി ചിന്തിച്ചു? ഖുർആനുമായുള്ള ബന്ധത്തെ എത്രമാത്രം ശക്തമാക്കാൻ നമുക്ക് സാധിച്ചു? അല്ലാഹുവേ, എനിക്ക് ഖുർആൻ ഓതണമെന്നുണ്ടായിരുന്നു, പക്ഷേ എന്റെ നാട്ടിലെവിടെയും ഖുർആൻ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഓതാഞ്ഞത് എന്ന് പറയാൻ നമുക്ക് ആർക്കെങ്കിലും പറ്റുമോ? അല്ലാഹുവേ, എനിക്ക് ഖുർആൻ ഓതണമെന്നുണ്ടായിരുന്നു, പക്ഷെ എന്റെ കണ്ണിന് ഖുർആൻ ഓതാനുള്ള കാഴ്ചയില്ലായിരുന്നു റബ്ബേ, അതുകൊണ്ടാണ് ഞാൻ ഓതാഞ്ഞത് എന്ന് പറയാൻ നമുക്ക് പറ്റുമോ? അല്ലാഹുവേ, എനിക്ക് ഖുർആൻ ഓതണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഒരായത്ത് പോലും ഓതാൻ സമയമില്ലാത്ത വിധം ജീവിതത്തിന്റെ ഉപജീവനത്തിന് വേണ്ടിയുള്ള വട്ടം പാച്ചിലായിരുന്നു റബ്ബേ, അതുകൊണ്ട് ഓതാൻ എനിക്ക് ഒരു മിനിറ്റ് പോലും കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഓതാഞ്ഞത് എന്ന് പറയാൻ നമുക്ക് ആർക്കെങ്കിലും പറ്റുമോ? അല്ലാഹുവേ, സ്വസ്ഥമായ ഒരിടത്തിരുന്ന് ഓതാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ ഒരു സ്വസ്ഥമായ വീടോ ഒരു പള്ളിയോ എന്റെ നാട്ടിലില്ലായിരുന്നു റബ്ബേ, അതുകൊണ്ടാണ് എനിക്ക് ഓതാൻ പറ്റാത്തത് എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾക്കാർക്കെങ്കിലും നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ഒരൊഴിവ് കഴിവ് എന്തുകൊണ്ട് നീ ഖുർആനിനെ അവഗണിച്ചു എന്ന ചോദ്യത്തിന് എന്തുത്തരമാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിനെ നമ്മുടെ മുമ്പിലേക്ക് വെച്ച് തന്നത് ഭക്ഷണത്തെ നിയന്ത്രിച്ച് ആരോഗ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഭാരത്തെ കുറയ്ക്കാനായിരുന്നില്ല. ഈ ഭൂമിയിലുള്ള അള്ളാഹുവിന്റെ ഭക്ഷ്യധാന്യങ്ങളുടെ അളവ് ഇത്തിരി കുറച്ച് അതിന്റെ ക്രമീകരിക്കാൻ വേണ്ടിയായിരുന്നില്ല അള്ളാഹു നമ്മളോട് നോമ്പ് നോക്കാൻ ആവശ്യപ്പെട്ടത്. അള്ളാഹു നമ്മളോട് നോമ്പ് നോക്കാൻ ആവശ്യപ്പെട്ട് നമ്മുടെ ജീവിതത്തെ അള്ളാഹു ക്രമീകരിച്ചത് പാപമോചനത്തിനും തൗബക്കും വേണ്ടിയുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാക്കാൻ വേണ്ടിയായിരുന്നു. നന്മയുടെ വാതിലൊക്കെ തുറന്നിട്ട് തിന്മകളുടെ വാതിലൊക്കെ കൊട്ടിയടച്ച് തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന പിശാചുക്കളെ ബന്ധിച്ച് ചെയ്യുന്ന ഓരോ നന്മകൾക്കും ആണ്ടുകളുടെ പ്രതിഫലം അല്ലാഹു തആല വാഗ്ദത്തം ചെയ്തിട്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ചു തന്ന മനോഹരമായ ഈ അവസ്ഥകളെ, സാഹചര്യങ്ങളെ എത്ര ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിച്ചു? നോക്കൂ നിങ്ങൾ, നോമ്പിന്റെ സവിശേഷത അത് പാപമോചനത്തിന്റെ മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയായാൽ ഭൂമിയിലേക്ക് കൈനീട്ടിയിരിക്കും. എന്തിനാണെന്നറിയോ? പകലിൽ തെറ്റു ചെയ്ത ഏതെങ്കിലും ഒരു മനുഷ്യൻ രാത്രിയാവുമ്പോൾ കുറ്റബോധമുണ്ടായിട്ട് അല്ലാഹുവെ പൊറുക്കണമെന്ന് പറഞ്ഞാൽ അവന് പൊറുത്തു കൊടുക്കാൻ സർവശക്തൻ രാത്രി കാത്തിരിക്കുന്നു. പകൽ സമയത്തും അല്ലാഹു അങ്ങനെ തന്നെ ഇരിക്കുന്നു. രാത്രിയിൽ തെറ്റു ചെയ്ത ഏതെങ്കിലും മനുഷ്യൻ പകൽ സമയത്ത് അല്ലാഹുവേ ഞാൻ ഇന്ന തെറ്റു ചെയ്തിട്ടുണ്ട് റബ്ബേ നീ പൊറുക്കണമെന്ന് പറഞ്ഞാൽ അത് പൊറുക്കുവാൻ റബ്ബ് രാവും പകലും കാത്തിരുന്നിട്ട് തെറ്റിൽ മുങ്ങി ജീവിച്ചിട്ടും എന്റെ പ്രിയപ്പെട്ടവരെ ഒരിക്കലെങ്കിലും നെഞ്ചൊന്ന് പെടഞ്ഞ് ചുണ്ടൊന്ന് വിതുമ്പി കണ്ണൊന്ന് നിറഞ്ഞ് വറക്കുന്ന കൈകൾ ഉയർത്തി അല്ലാഹുവേ എന്റെ ജീവിതത്തിലെ ഇന്ന ഇന്ന പാപങ്ങളെ നീ എനിക്ക് പൊറുത്തു തരണം റബ്ബേ എന്ന് പറയാൻ എന്റെ പ്രിയപ്പെട്ട ഈ 23 ദിവസത്തിന്റെ ഇടയ്ക്ക് എത്ര സമയം കിട്ടി നമുക്ക് എല്ലാവർക്കും? നോക്കൂ, എത്ര വലിയ പാപം ചെയ്താലും ഖുൽ
യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം വലാ തഖ്നുതു അൻ റഹ്മത്തില്ലാ. തെറ്റുകൾ മാത്രം ചെയ്ത് നിരാശരായ ചില മനുഷ്യരുണ്ടാവും. എനിക്ക് നന്നാവാനാവുകയില്ല, എന്റെ ജീവിതം മുഴുവനും അബദ്ധത്തിൻ്റെതാണ്, എന്റെ ജീവിതം മുഴുവനും തെറ്റുകളുടേതാണ്, ചെയ്യാത്ത ഒരു തെറ്റും ഇനി ബാക്കിയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ നശിച്ചു പോയിട്ടുണ്ട്, എനിക്കൊരിക്കലും നന്മയുടെ വഴിയിലേക്ക് തിരിച്ചു നടക്കാനാവുകയില്ല എന്ന് നിരാശപ്പെടുന്ന ആളുകൾ ഉണ്ടാവാറുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ആ ആളുകളെ വിളിച്ചിട്ടാണ് കാരുണ്യവാനായ റബ്ബ് എത്ര സ്നേഹത്തോടു കൂടിയാണ് വിളിച്ചത്. യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. തെറ്റുകൾ ചെയ്ത് എല്ലാ പരിധികളും ലംഘിച്ച് തെറ്റുകളുടെ കൂമ്പാരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കി നിരാശരായ മനുഷ്യരെ, എനിക്ക് നന്നാവാനാവുകയില്ല, എന്റെ വിധി നിർണയിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ നരകത്തിലെ വിറകാണ് എന്ന് കണ്ണു നിറച്ചു പറയുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ? അത്തരം ആളുകളെ വിളിച്ചിട്ട് റബ്ബ് പറഞ്ഞത് വലാ തഖ്നുതു മിൻ റഹ്മത്തില്ലാ. അല്ലാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ നിരാശരാകേണ്ടതില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ. നിങ്ങൾ എത്രമാത്രം പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും റബ്ബിനോട് ഏറ്റുപറഞ്ഞാൽ അത് പൊറുക്കുവാനും ക്ഷമിക്കുവാനും മാപ്പാക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാണെന്ന് പറഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ചെയ്തു പോയ തെറ്റിന്റെ ആഴമറിയാത്തവരാണോ നമ്മൾ? ചെയ്തു പോയ തെറ്റിന്റെ വലിപ്പം അറിയാത്തവരാണോ നമ്മൾ? ചെയ്തു പോയ തെറ്റിന്റെ വലിപ്പം അറിയാത്ത, അതിന്റെ ഗൗരവം അറിയാത്തവരാണോ നമ്മൾ? നരകസ്വർഗങ്ങളിൽ വിശ്വാസമുള്ളവരല്ലേ നമ്മൾ? മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവരല്ലേ നമ്മൾ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ എത്ര കടുത്ത തെറ്റുണ്ടെങ്കിലും അതൊന്ന് പറഞ്ഞാൽ മതി, അത് പൊറുത്തു തരാമെന്ന് റബ്ബ് പറഞ്ഞിട്ട് കാത്തിരിക്കുന്ന റബ്ബിന്റെ കൈകളെ തട്ടിക്കളഞ്ഞ് അല്ലാഹുവേ എനിക്ക് നിന്റെ ഔദാര്യത്തിന്റെ ആവശ്യമില്ല, ഞാൻ എനിക്ക് തോന്നിയതുപോലെ ജീവിക്കും എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് നരകം അവൻ ചോദിച്ചു വാങ്ങുന്നതാണ് എന്നത് നമ്മൾ മറക്കാതിരിക്കണം. പ്രിയപ്പെട്ടവരെ, എന്താണ് നമുക്ക് സാധിക്കാത്തത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലോകത്തിലെ ഏറ്റവും ദൗർഭാഗ്യവാനായ മനുഷ്യൻ. നന്മകൾക്കെമ്പാടും അവസരമുണ്ട്, തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ അതിലേറെ അവസരങ്ങളുണ്ട്, ചെയ്തുപോയ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ലളിതമായ വഴികൾ റബ്ബ് തന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നിലും പങ്കെടുക്കാനാവാതെ, അതൊന്നും ചെയ്യാനാവാതെ, ആ കാര്യത്തിലൊന്നും പ്രവർത്തിക്കാനാവാതെ ഒരു ഓരത്ത് കൂടെ നടന്നുപോയ ദൗർഭാഗ്യവാനായ മനുഷ്യൻ. ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാതിരിക്കണമെങ്കിൽ ഇനിയുള്ള രാവും പകലും നമ്മുടെ ജീവിതത്തിന്റെ കൃത്യമായ ഭാഗങ്ങളാവേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമളാൻ മാസത്തിൽ നോമ്പ് എന്ന കർമ്മം നിർബന്ധമാക്കി. അതിന്റെ നിയമങ്ങളും മര്യാദകളും നമ്മളെ പഠിപ്പിക്കുന്നത് സൂറത്തുൽ ബഖറയിലെ 183 മുതലുള്ള ആയത്തുകളിലാണ്. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 182-ാമത്തെ ആയത്ത്, 183-ാമത്തെ ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം. നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന ആ കൽപ്പന വരുന്ന ആയത്ത് അതാണ് 183. 184 ഖുർആൻ റമളാനുമായി ബന്ധപ്പെട്ട ആയത്താണ്. 185 അതേ റമളാനുമായി ബന്ധപ്പെട്ട ആയത്താണ്. 187 റമളാനിന്റെ മര്യാദകളുമായി ബന്ധപ്പെട്ട ആയത്താണ്. നോമ്പിന്റെ മര്യാദയുമായി ബന്ധപ്പെട്ട ആയത്താണ്. അതിന്റെ ഇടയിൽ ഒരു ആയത്തുണ്ട്, 185ന്റെയും 187ന്റെയും ഇടയിൽ 186 എന്ന ഒരു ആയത്തുണ്ട്. ആ ആയത്ത് ഏതാണെന്ന് അറിയുമോ? നമുക്കേറെ സുപരിചിതമായ ഒരു ആയത്താണ്. അതിന് റമളാനുമായി നേർക്കുനേരെ ബന്ധമില്ലെങ്കിലും ആ ആയത്ത് റമളാനുമായി ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ആയത്താണ്. ആയത്ത് ഇപ്രകാരമാണ്: വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. വഇദാ സഅലക ഇബാദി അന്നി. അല്ലാഹുവിന്റെ പ്രവാചകരെ മുഹമ്മദ് നബിയെ, ആ പ്രവാചകനെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയാൻ, വഇദാ സഅലക ഇബാദി അന്നി, എന്റെ അടിമകൾ അഥവാ മനുഷ്യർ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ, അല്ലാഹു എവിടെയാണ്, എങ്ങനെയാണ്, ഞങ്ങൾ പറഞ്ഞാൽ അല്ലാഹു കേൾക്കുമോ, ഞങ്ങൾക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ, ഞങ്ങളുടെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കോ എന്നിത്യാദി ചോദ്യങ്ങളുമായി അവർ നിന്നെ സമീപിച്ചാൽ, ഫഇന്നി ഖരീബ്, ഞാൻ അവരുടെ ഏറ്റവും അടുത്തു തന്നെയുണ്ട്. മറ്റാരെക്കാൾ, നമ്മുടെ മാതാപിതാക്കളെക്കാൾ, നമ്മുടെ ബന്ധുക്കളെക്കാൾ, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെക്കാൾ, നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്നവരെക്കാൾ നമ്മുടെ ഏറ്റവും അടുത്ത് കാരുണ്യവാനായ റബ്ബുണ്ട്. ആ റബ്ബ് പറയുകയാണ്, ഉജീബു, ഞാൻ ഉത്തരം നൽകും, ഞാൻ ഉത്തരം നൽകും. ദഅവത്തദ്ദാഇ, ദഅവത്ത് എന്ന് പറഞ്ഞാൽ വിളി എന്നർത്ഥം, ദാഇ എന്ന് പറഞ്ഞാൽ വിളിക്കുന്നവൻ എന്നർത്ഥം. ദഅവത്തദ്ദാഇ, വിളിക്കുന്നവന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകും. ഇദാ ദആനി, അവൻ എന്നെ വിളിച്ചാൽ.
എന്നെ വിളിച്ചാൽ ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലാവട്ടെ, പ്രയാസങ്ങളിലാവട്ടെ, ദുരിതങ്ങളിലോ ദുഃഖങ്ങളിലോ പ്രയാസങ്ങളിലോ എവിടെയാവട്ടെ, ആ അടിമ എന്നെ വിളിച്ചാൽ, എന്നോട് അവന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറഞ്ഞാൽ ഞാൻ അവൻ ഉത്തരം കൊടുക്കും. അതുകൊണ്ട് ഫല്യസ്തജീബൂലി, അവർ എന്നിൽ നിന്ന് ഉത്തരം തേടട്ടെ. നമ്മുടെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമായി, നമ്മുടെ ഏത് ഭയപ്പാടുകൾക്കും സമാധാനമായി, നമ്മുടെ ഏത് നൊമ്പരങ്ങൾക്കും ആശ്വാസമായി പടച്ച റബ്ബ് ഏറ്റവും അടുത്ത് നമ്മുടെ കൂടെ ഉണ്ടാവുകയും ആ റബ്ബിനോട് ചോദിക്കുവാൻ ആ റബ്ബ് നമ്മളോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടും അവർ നേർമാർഗികളായേക്കും. എങ്ങനെയാവുമ്പോ? ഏറ്റവും കൂടെയുള്ള, ഏറ്റവും അടുത്തുള്ള, ലോകത്ത് മറ്റൊരാൾക്കും അത്രത്തോളം നമ്മളോട് ചേർന്ന് നിൽക്കാൻ പറ്റാത്ത വിധം നമ്മളോട് അടുത്ത് നിൽക്കുന്ന ആ സർവശക്തൻ നമ്മളോട് പറയാ, നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ തരാം. പ്രിയപ്പെട്ടവരെ, എന്താ നമ്മൾ ചോദിച്ചത്? എന്താണ് നമ്മൾ ചോദിച്ചത്? തരാൻ തയ്യാറായി നിൽക്കുന്നത് എല്ലാറ്റിനും കഴിവുള്ള തമ്പുരാനാണ്. ആ അല്ലാഹുവിന്റെ കഴിവിൽ അസാധ്യമെന്ന ഒരു വസ്തുവേ ഇല്ല, ഒരു പദമേ ഇല്ല. അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ആ എല്ലാറ്റിനും കഴിവുള്ള തമ്പുരാൻ നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് ചോദിക്കാൻ മനസ്സില്ലാതെ നമ്മൾ വേറിട്ട് അകന്നു നിന്ന് ജീവിച്ചെങ്കിൽ അല്ലാഹുവിന്റെ ഒരു വാക്ക് സത്യമാണ് കേട്ടോ. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നോട് പ്രാർത്ഥിക്കുക എന്ന ആരാധനാ കർമ്മമുണ്ടല്ലോ, അത് നിർവഹിക്കുന്നതിൽ അഹങ്കാരത്തോടു കൂടി വിട്ടുനിൽക്കുന്നവർ അഹങ്കാരികളാണ്. എന്തു വേണമെങ്കിലും റബ്ബ് തരണം, എന്തിനും ചോദിക്കാനുള്ളത് റബ്ബിനോടാണ്, എന്തും പറയാനുള്ളത് റബ്ബിനോടാണ്. ആ റബ്ബ് എല്ലാം അവനാണ് തരുന്നത്, അവന്റെ ഔദാര്യമാണ് ജീവിതം മുഴുവനും. എന്നിട്ട് ആ റബ്ബിനോടൊന്ന് പറയാൻ, ആ റബ്ബിനോടൊന്ന് മിണ്ടാൻ, ആ റബ്ബിനോടൊന്ന് സംസാരിക്കാൻ, ആ റബ്ബിനോടൊന്ന് ചോദിക്കാൻ മനസ്സ് കാണിക്കാതെ തിരിഞ്ഞു നടന്നവനെ അഹങ്കാരി എന്നല്ലാതെ വേറെ ഏത് പദം കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വിശേഷിപ്പിക്കുക? അല്ലാഹു പറയാണ്, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ. നിന്യനായി, നികൃഷ്ടനായി അള്ളാഹുവിന്റെ മുമ്പിൽ ഒരാൾ അഹങ്കാരിയാണ് എന്ന് തോന്നിയാൽ ആ മനുഷ്യന്റെ അവസ്ഥ പിന്നെന്താ? ഒരു ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ അയാൾ നമ്മളെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു, നമ്മൾ അഹങ്കാരിയാണ് എന്ന്. പിന്നെ ആ ഉദ്യോഗസ്ഥൻ ഏതൊക്കെ തലത്തിലാണ് നമ്മളെ കൂട്ടലെ? അള്ളാഹു ഒരാളെ അഹങ്കാരി എന്ന് വിളിച്ചാൽ ആ മനുഷ്യനെ സഹായിക്കാൻ, ആ മനുഷ്യന് ആശ്വാസം കൊടുക്കാൻ ഈ പ്രപഞ്ചത്തിൽ ആരാ കൂട്ടരെയുള്ളത്? ആ അഹങ്കാരി എന്ന വിളിക്ക് അവകാശിയായി നമ്മൾ മാറിയോ? ഈ 23 ദിവസത്തിന്റെ ഉള്ളിൽ എന്തിനും തയ്യാറായി കാരുണ്യവാനായ റബ്ബ് അവന്റെ കരുണ കൊണ്ട് മാത്രം നമ്മളെ ചേർത്ത് പിടിച്ച് ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാൻ എനിക്ക് മനസ്സില്ല റബ്ബേ എന്ന് പറഞ്ഞ ആ അഹങ്കാരികളുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, തിരിച്ചെടുക്കാനുള്ള, മാറാനുള്ള, മാറ്റാനുള്ള ദിവസങ്ങൾ ഇനി ഇൻഷാ അല്ലാഹ് നമ്മുടെ മുമ്പിൽ ബാക്കി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനകളാവണം ഈ മാസത്തിന്റെ നമ്മുടെ മുഖമുദ്ര. നമ്മുടെ മനസ്സ് പ്രാർത്ഥനാ നിർഭരമാവണം. അത് പതുക്കെയും, അത് ഉറക്കെയും, അത് കരഞ്ഞും കരയാതെയും റബ്ബിന്റെ മുമ്പിൽ കൈനീട്ടി നിരന്തരമായി പ്രാർത്ഥിക്കേണ്ട രാപ്പകലുകളാണ് നമ്മുടെ മുമ്പിലൂടെ വന്നു ചേർന്നിരിക്കുന്നത്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, പ്രാർത്ഥന വിശ്വാസിയുടെ ആയുധമാണ്. നിങ്ങൾക്കറിയുമോ എപ്പോഴാണ് ഒരാൾക്ക് ആയുധം ആവശ്യമായി വരിക? ഒരാൾക്ക് എപ്പോഴാണ് ഒരു ആയുധത്തിന്റെ ആവശ്യം വരിക? അവൻ ഒറ്റക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ വരുമ്പോ, ഒരു ഉള്ളി മുറിക്കുന്നത് മുതൽ ഒരു രാജ്യത്തെ തകർക്കാൻ വരെ അവൻ ആയുധങ്ങൾ വേണ്ടി വരും. സത്യവിശ്വാസിയുടെ ആയുധമാണത്. നിങ്ങൾക്കറിയോ നമ്മൾ അകപ്പെട്ട ഏറ്റവും വലിയ ദുരന്തം ഏതാ? നിങ്ങൾക്കറിയോ? അത് ഇറാൻ അമേരിക്ക യുദ്ധമൊന്നുമല്ല, ഗൾഫിൽ നിന്ന് വരുന്ന പണത്തിന്റെ കുറവുമല്ല, ഗ്യാസ് സിലിണ്ടറുകളുടെ കുറവ് കൊണ്ട് വീടിന്റെ അടുക്കളകളിൽ ചകിരിയും വിറകും കത്തിക്കേണ്ടി വരുന്ന നാളുകളെ കുറിച്ചുള്ള പേടിയല്ല, അടച്ചിട്ട ഹോട്ടലുകളും റെസ്റ്റോറന്റുകളുമല്ല. നമ്മളെ പേടിപ്പിക്കേണ്ട ഏറ്റവും വലിയ വസ്തുതന്താരങ്ങള് നരകം കത്തിയാളുന്നുണ്ട് ഒരു ഭാഗത്ത്, സ്വർഗം അനശ്വരമായി നിൽക്കുന്നുണ്ട്. ആ നരകത്തിലേക്ക് പോകുന്ന പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ ഒരുപാടുണ്ടായിട്ടും ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗത്തിലേക്ക് കടന്നു പോകാൻ എനിക്കും നിങ്ങൾക്കും പറ്റുന്നില്ലെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പേടിക്കേണ്ട ഏറ്റവും വലിയ പേടിയതാ, അല്ലാഹുവേ എനിക്ക് നീ പൊറുത്തു തരണേ, എന്റെ പാപങ്ങൾ പൊറുക്കണേ എന്ന് റബ്ബിനോടൊന്ന് പറയാൻ നമ്മുടെ നാവ് വളയുന്നില്ലെങ്കിൽ, നമ്മുടെ ചുണ്ട് അനുവദിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ ഹൃദയം അനുവദിക്കുന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഭയപ്പെട്ടുകൊള്ളുക. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശാപത്തിന്റെ, ഏറ്റവും വലിയ ദുരന്തത്തിന്റെ ഇരകളായി നമ്മൾ
നമ്മൾ മാറി എന്നാണ് അതിന്റെ അർത്ഥം. കത്തിയാളുന്ന നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാനുള്ള വിറകുകളായി ഇപ്പോഴും ജീവിക്കേണ്ടി വരുമ്പോഴും അള്ളാഹുവേ കാക്കണ എന്ന് പറഞ്ഞാൽ മതി. ഒരു ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്കിൽ സഞ്ചരിച്ചാലേ ആ ശിക്ഷ ഒഴിവാകണമെങ്കിൽ 500 രൂപ ഫൈൻ അടക്കേണ്ട ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. കടുത്ത കുറ്റങ്ങൾ ചെയ്തിട്ടും അള്ളാഹു നമ്മളോട് പണം ചോദിച്ചിട്ടില്ല. അള്ളാഹു നമ്മളോട് നമ്മുടെ ജീവിതം ചോദിച്ചിട്ടില്ല. അള്ളാഹു നമ്മളോട് നമ്മുടെ കുടുംബത്തെ ചോദിച്ചിട്ടില്ല. അള്ളാഹു നമ്മളോട് ജീവിത സുഖങ്ങൾ ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ടില്ല. റബ്ബ് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങൾ പറഞ്ഞാൽ മതി. പൊറുക്കണമെന്ന് പറഞ്ഞാൽ മതി. അള്ളാഹുവേ മാപ്പാക്കണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ മാപ്പാക്കി തരാമെന്ന് ഒരു ബാപ്പയേക്കാൾ ഒരു ഉമ്മയേക്കാൾ 100 വട്ടം നമ്മളെ സ്നേഹിച്ച കാരുണ്യവാനായ റബ്ബ് പറഞ്ഞിട്ട് അതൊന്ന് പറയാൻ നമ്മുടെ നാവ് അനുവദിക്കുന്നില്ലെങ്കിൽ കുറിച്ചു വെച്ചോളൂ. ജീവിതത്തിലെ ഏറ്റവും വലിയ അപകടത്തിന്റെ പെരുമഴയിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താ നമുക്ക് തോന്നാത്തത്? എന്താ നമുക്ക് പറ്റാത്തത്? എന്താ നമുക്ക് കഴിയാത്തത്? നേരമില്ലാഞ്ഞിട്ടാണോ? അറിവില്ലാഞ്ഞിട്ടാണോ? ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് നമുക്ക് ബോധമില്ലാത്തതാണോ? കണ്ണ് നിറക്കാറില്ലേ പലപ്പോഴും? സംസാരങ്ങളിലൊക്കെ പറ്റിപ്പോയിട്ടുണ്ട് മൗലവി, ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല, വിട്ടു നിൽക്കണമെന്നുണ്ട്, എനിക്ക് പറ്റുന്നില്ല എന്ന് സങ്കടപ്പെട്ട് പറയാറില്ലേ നമ്മൾ? അള്ളാഹു അവന്റെ മടിത്തട്ടിലേക്ക് നമ്മളെ ക്ഷണിച്ചിട്ട് വന്നോളൂ, ഞാൻ പുറത്തു തരാമെന്ന് പറഞ്ഞിട്ട് റബ്ബെ പൊറുക്കണമെന്ന് പറയാനുള്ള മനസ്സ് പോലുമില്ലാതെ കരിങ്കല്ലിന്റെ ഹൃദയമുള്ളവരായി നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിച്ചോണം. നമുക്ക് ആയുധം ആവശ്യമുള്ള ആദ്യത്തെ സമയം ഇതാണ്. നമ്മുടെ ഹൃദയത്തെ നവീകരിക്കാൻ, നമ്മുടെ ഹൃദയത്തെ വിമലമാക്കാൻ, നമ്മുടെ ഹൃദയത്തെ പതുപത്തതാക്കാൻ. അല്ലാഹുവേ എന്റെ ഹൃദയത്തെ നീ ഈമാൻ ഉൾക്കൊള്ളുന്ന ഹൃദയമാക്കണേ എന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണ് കേട്ടോ. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. അല്ലാഹുവിന്റെ ഹബീബ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ. അല്ലാഹുവേ എന്റെ നഫ്സിന് നിന്നോടുള്ള പേടി, നിന്നോടുള്ള ഭയം, നിന്നോടുള്ള തഖ്വ എന്റെ മനസ്സിന് നീ കൊടുക്കണമേ. വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ. നീയാണല്ലോ റബ്ബേ ഏറ്റവും നന്നായി സംസ്കരിക്കുന്നവൻ, ശുദ്ധീകരിക്കുന്നവൻ. തെറ്റുകളുടെ പാതാളമായി മാറിയ എന്റെ ഹൃദയത്തിന് റബ്ബേ നീ സംസ്കരിക്കണം. അൻത വലിയുഹാ വഅൻത മൗലാഹാ. അല്ലാഹുവേ നീയാണല്ലോ എന്റെ ഹൃദയത്തിന്റെ ഉടമസ്ഥൻ, നീയാണല്ലോ റബ്ബേ എന്റെ ഹൃദയത്തിന്റെ എല്ലാം നീയാണല്ലോ റബ്ബേ. അതുകൊണ്ട് റബ്ബേ എന്റെ ഹൃദയത്തെ കൈവിടരുത് എന്ന് പടച്ച റബ്ബിനോട് കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട ദിനരാത്രങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നന്നായി പ്രാർത്ഥിച്ചോളണം. മറ്റെന്തിന് പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയില്ലെങ്കിലും പാപമോചനത്തിന്റെ കാര്യം മറക്കരുത് കേട്ടോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, രാത്രി ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ രാത്രിയെ ജീവിപ്പിച്ച് ഞാൻ രാത്രിയിൽ ലൈലത്തുൽ ഖദറിന്റെ പുണ്യം കിട്ടാൻ വേണ്ടി ഞാൻ അങ്ങനെ ആരാധനയോടെ ഇരിക്കുമ്പോ ആ രാത്രിയുടെ സ്വഭാവവും ആ രാത്രിയുടെ ശാന്തതയും ഒക്കെ കാണുമ്പോ എനിക്ക് ഇന്നത്തെ രാത്രിയിൽ ലൈലത്തുൽ ഖദർ ഉണ്ടാവുന്നുണ്ട് എന്ന് തോന്നിയാൽ അള്ളാഹുവിന്റെ പ്രവാചകരെ ഞാൻ എന്താണ് പ്രത്യേകമായിട്ട് ചെയ്യേണ്ടത്? നോക്കൂ നിങ്ങൾ, ആ ധന്യമായ രാത്രിയിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും അനശ്വരമായ ആ സമയത്ത് എന്താണ് ഞാൻ പ്രത്യേകമായി ചെയ്യേണ്ടത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. യാ ആയിഷ കുലി യാ ആയിഷ, ആയിഷ നീ പ്രകാരം പറഞ്ഞോളണം. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫുവൻ. അല്ലാഹുവേ നീ മാപ്പ് കൊടുക്കുന്നവനാണല്ലോ റബ്ബേ. നിന്നെ കുറിച്ച് കേട്ടതും നിന്നെ കുറിച്ച് അറിഞ്ഞതും നീ പഠിപ്പിച്ചതും ഒക്കെ അങ്ങനെയാണ്. നീ എന്തും മാപ്പ് കൊടുക്കുന്നവനാണ്, ആർക്കും മാപ്പ് കൊടുക്കുന്നവനാണ്, കാരുണ്യത്തിന്റെ കേദാരമാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവൻ. അല്ലാഹുവേ നീ മാപ്പ് കൊടുക്കുന്നവനാണല്ലോ. തുഹിബ്ബുൽ അഫ്വ, നീ മാപ്പ് കൊടുക്കുന്നതിനെ ഏറെ ഇഷ്ടപ്പെടുന്നവനാണല്ലോ. ഒരു പാപിയായ അടിമ റബ്ബിന്റെ മുമ്പിൽ ചെന്ന് അല്ലാഹുവേ എനിക്ക് നീ മാപ്പ് തരണമെന്ന് പറയുമ്പോൾ റബ്ബിനുണ്ടാകുന്ന സന്തോഷത്തിന്റെ വലിപ്പത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. തുഹിബ്ബുൽ അഫ്വ, നീ മാപ്പ് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവനാണല്ലോ റബ്ബേ. ഫഅഫു അന്നി, അല്ലാഹുവേ എനിക്ക് നീ മാപ്പ് തരണേ. എന്റെ ജീവിതത്തിൽ പറ്റിപ്പോയ, എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ, എനിക്ക് പോലും ഓർക്കുമ്പോൾ നെട്ടലുളവാക്കുന്ന അല്ലാഹുവേ വമ്പിച്ച തെറ്റുകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അല്ലാഹുവേ എന്റെ തെറ്റുകൾക്ക് നീ എനിക്ക് മാപ്പ് തരണം കേട്ടോ. നാളെ കത്തിയാളുന്ന നരകത്തിന്റെ അടിത്തട്ടിലേക്ക് വലിച്ചെറിയാൻ
പ്രാപ്തനാക്കവണ്ണം ഒരുപാട് തെറ്റുകൾ എന്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അള്ളാഹുവേ, എന്റെ തെറ്റുകൾക്ക് നീ മാപ്പ് തരണം കേട്ടോ എന്ന് പ്രാർത്ഥിക്കണം അത്രേ ആ ധന്യമായ രാത്രികളിൽ. നോക്കൂ നിങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമുക്കൊരു ആയുധം ആവശ്യമുള്ളത് പ്രാർത്ഥന എന്ന ആവശ്യം, ആയുധം നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഗൗരവപ്പെട്ട മേഖല ഇതാണ് കേട്ടോ. തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാനില്ല, തെറ്റിന്റെ ലോകത്തിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള, ചെയ്തു പോയ തെറ്റുകൾക്ക് പടച്ച റബ്ബിനോട് കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റാത്ത വിധം കരിങ്കല്ല് പോലത്തെ മനസ്സുകൾ. അല്ലാഹു തആല പറഞ്ഞില്ലേ, ചില മനസ്സുകൾ പാറ പോലെയാണ്, ചില മനസ്സുകൾ പാറ പോലെയാണ്. വഹിയക്കൽ ഹിജാറ, അത് പാറ പോലെയാണ്. എന്നിട്ട് അല്ലാഹു അപ്പത്തന്നെ തിരുത്തി, പാറ പോലെയല്ല, അതിനേക്കാൾ കടുത്തത്. കാരണം പാറയുടെ ഉള്ളിൽ നിന്നാണല്ലോ നദികൾ ഉത്ഭവിക്കുന്നത്. വലിയ നദികളുടെയൊക്കെ തുടക്കം പാറയുടെ ഉള്ളിൽ നിന്ന് ഉറ്റി ഉറ്റി വീഴുന്ന ചെറിയ ജലത്തുള്ളികളാണ് വലിയ നദികളായി മാറിയത്. എത്ര വലിയ പാറയാണെങ്കിലും അതിന്റെ ഉള്ളിൽ ആ വെള്ളത്തുള്ളിയുടെ ഒരു ചെറിയ നനവെങ്കിലും ഉണ്ടാവാം. ആ നനവ് പോലുമില്ലാത്ത അശദ്ദു ഖസ്വ, പാറകളെക്കാൾ കടുത്ത ചില ഹൃദയങ്ങളുണ്ട്. അവർക്ക് തെറ്റുകൾ മനസ്സിലാകില്ല, തെറ്റുകളുടെ വലിപ്പം മനസ്സിലാവില്ല, അതിന്റെ ഭീകരത മനസ്സിലാവില്ല. അവർക്കൊരിക്കലും ആ തെറ്റിൽ നിന്നും മടങ്ങാൻ പറ്റില്ല. അവരാണ് ലോകത്തിലെ ഏറ്റവും നികൃഷ്ടരായ ജീവികൾ. അവർ നാൽക്കാലികളെക്കാൾ മോശമാണ് അവരുടെ അവസ്ഥ എന്ന് റബ്ബ് വിശേഷിപ്പിച്ച ആ മോശപ്പെട്ട സൃഷ്ടികളിലേക്ക് പോകാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള രാവും പകലും 23ാമത്തെ നോമ്പ് നോറ്റുകൊണ്ടിരിക്കുക. ഇനി നമ്മുടെ മുമ്പിൽ ഉണ്ടാവുന്നത് 6 നോമ്പുകൾ നമുക്ക് കിട്ടിയേക്കും. ആ നോമ്പുകളുടെ രാവുകളും പകലുകളും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ടത് നമ്മൾ ചെയ്ത തെറ്റുകളെ കുറിച്ചുള്ള ബോധമാവണം. ആ തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടാൻ റബ്ബ് നമ്മളോട് പറഞ്ഞ മാർഗം എത്ര ലളിതമാണ് എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ ആ ആയുധം, പ്രാർത്ഥന എന്ന ആയുധത്തെ നമ്മൾ ഏറ്റവും ഏറെ ഉപയോഗപ്പെടുത്തേണ്ട സ്ഥലമാകുന്ന ഇത് നന്നായി പ്രാർത്ഥിക്കുക, രാവും പകലും പ്രാർത്ഥിക്കുക. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട കാര്യത്തിൽ ഒരു മടിയും ആരും വിചാരിക്കേണ്ട. ഇതെങ്ങനെ ഞാൻ റബ്ബിനോട് പറയാ? എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു പറയുന്നുണ്ട്, എന്റെ അടിമകളെ, സ്നേഹത്തോടെ വിളിച്ചേ, എന്റെ അടിമകളെ, നിങ്ങൾ രാവും പകലും തെറ്റ് ചെയ്യുന്നുണ്ട്. അല്ലാഹു പറയണേ, അല്ലാഹു അറിയാതെ നമ്മൾ എന്ത് ചെയ്തു കൂട്ടരെ? അല്ലാഹു അറിയാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സഹോദര? അല്ലാഹു അറിയാതെ ഏത് കൂരിരുട്ടിന്റെ മറവിലാണ്, ഏത് വാതിലിന്റെ പൊളിക്കപ്പുറത്താണ്, ഏത് അങ്ങാടിയിലാണ്, ഏത് ജനക്കൂട്ടത്തിലാണ് പടച്ച റബ്ബ് അറിയാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാനാവുക? അതുകൊണ്ട് അല്ലാഹു പറയാ, ഞാൻ അറിയുന്നുണ്ട്, നിങ്ങൾ രാവും പകലും തെറ്റ് ചെയ്യുന്നുണ്ട്. ആരും അറിഞ്ഞില്ലെങ്കിലും അത് ഞാൻ അറിയുന്നുണ്ട്. എന്നിട്ടും ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടി കാത്തിരിക്കുന്നു. നിങ്ങൾ എന്നോട് പൊറുക്കലിനെ തേടുവിൻ. അള്ളാഹുവേ, പൊറുത്തുകൊണ്ട എന്ന് പറയാനുള്ള ആ സന്മനസ്സിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ അള്ളാഹുവിനോട്. അപ്പോ ഇനിയുള്ള ദിവസങ്ങൾ പ്രാർത്ഥനാ നിർഭരമായ ദിവസങ്ങളാവട്ടെ. പ്രത്യേകിച്ച് രാത്രികൾ, റമദാനിന്റെ അവസാനത്തെ 10ന്റെ രാത്രി ഉണ്ടല്ലോ, അത്രയും മനോഹരമായ, അത്രയും വില കൂടിയ മണിക്കൂറുകൾ ഈ ലോകത്തെവിടെയും ഒരു സ്ഥലത്തും നമുക്ക് വാങ്ങാൻ കിട്ടൂല. എത്ര കോടികൾ കൊടുത്താലും അത്ര പ്രാധാന്യമുണ്ട് ഓരോ രാത്രികൾക്കും. അങ്ങാടികളിലൂടെ ആഘോഷത്തിന്റെ, ഷോപ്പിങ്ങിന്റെ, മറ്റെന്തെങ്കിലും കാരണത്താൽ അങ്ങാടികളിലൂടെ അലയാതെ ആ രാത്രികളെ നമ്മൾ നമ്മുടേതാക്കി മാറ്റുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗ്ഗം ഉറപ്പുള്ളയാളാണ്. നാളെ സ്വർഗത്തിന്റെ വാതിൽ തുറക്കുമ്പോ ആ സ്വർഗത്തിന്റെ വാതിൽ ആദ്യമായി തുറക്കപ്പെടുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവേശിക്കാനാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട ആ സ്വർഗം, അത് ഉറപ്പായ വ്യക്തിയാ റസൂല്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാൻ മാസം ആഗതമായാൽ അവസാനത്തെ 10 ദിവസം പള്ളിയിൽ നിന്ന് പുറത്തു പോകാറില്ല. പ്രവാചകൻ പള്ളിയിലാണ്. ഇഅ്തികാഫ് എന്നാണ് ആ കർമ്മത്തിന് പേര് പറയാ. ഇസ്ലാമിലെ ഏറ്റവും മനോഹരമായ ആരാധനകളിൽ ഒന്ന് പള്ളിയിൽ ഇഅ്തികാഫിന്റെ നിയ്യത്ത് ചെയ്ത് ആ പള്ളിയിൽ ദീർഘമായിട്ടിരുന്ന് ആരാധനകളും പ്രാർത്ഥനകളും ഇസ്തിഗ്ഫാറുകളും ഖുർആൻ പാരായണങ്ങളുമായി ധന്യമാക്കുക. ഹബീബായ റസൂലിന്റെ ജീവിതത്തിലെ എല്ലാ റമദാനിലെയും അവസാനത്തെ 10 ദിവസം പള്ളിയില. പ്രവാചകൻ മാത്രമല്ല, പ്രവാചകന്റെ ഭാര്യമാരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷവും ഭാര്യമാർ ആ പ്രവൃത്തി തുടരുക തന്നെ ചെയ്യൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിന്റെ അവസാനത്തെ ആ റമദാൻ ഉണ്ടല്ലോ, ഈ അവസാനത്തെ റമദാൻ കഴിഞ്ഞ് പിന്നെ 6 മാസമാണ് റസൂൽ ജീവിച്ചത്. അവസാനത്തെ റമദാനിൽ 20 ദിവസം പള്ളിയിൽ നിന്ന് പുറത്തു പോകാതെ റസൂൽ പള്ളിയിൽ ഇരുന്നു. പ്രിയപ്പെട്ടവരെ, ലൈലത്തുൽ ഖദർ അതൊരു ആയുസിന്റെ പുണ്യമാണ്. ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. ആ ഒരു രാത്രി ഉണ്ടല്ലോ,
ആ ഒരു രാത്രി 1000 മാസത്തിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ 1000 മാസം അതിനേക്കാൾ ഏറെയുള്ള ഒരു കാലഘട്ടം ആരാധനകളിൽ മാത്രം ഇരുന്ന് എവിടേക്കും പോയിട്ടില്ല, പണിക്ക് പോയിട്ടില്ല, ഭക്ഷണത്തിന് പോയിട്ടില്ല, ആരാധനകൾക്ക് വേണ്ടി മാത്രം ഒരാള് 1000 മാസം ചെലവാക്കിയാൽ അതുകൊണ്ട് കിട്ടുന്ന കൂലി എന്താണോ അത് ഒരൊറ്റ രാത്രിയിൽ. രാത്രി എന്ന് പറഞ്ഞാല് നമ്മളൊക്കെ തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് ഉറങ്ങലെപ്പളാ 11 മണിയാവൂലേ, അത്താഴത്തിന് എണീക്കുമ്പോൾ 4 മണിയാവൂലേ, ആ 11ന്റെയും 4ന്റെയും ഇടക്ക് 12, 1, 2, 3, 4 5 മണിക്കൂർ. 5 മണിക്കൂർ, വെറും 5 മണിക്കൂർ ഒന്നിടപെട്ട രാത്രികളിൽ ആ പാതിരാത്രിയെ ജീവിപ്പിച്ച് പ്രാർത്ഥനയോടെ, ഇസ്തിഗ്ഫാറോടെ, ഖുർആൻ പാരായണത്തോടെ, നമസ്കാരത്തോടെ, നല്ല സംസാരങ്ങളിലൂടെ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ എഴുന്നേറ്റിരുന്നാൽ, പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ മനുഷ്യന് കിട്ടേണ്ട ഏറ്റവും വില കൂടിയ സമ്മാനം ഈ ലോകത്ത് കൊടുത്ത് റബ്ബിന്റെ മലക്കുകൾ മടങ്ങി പോകുമ്പോ ആ സമ്മാനം ഏറ്റുവാങ്ങിയ അനുഭൂതിയുള്ള മനസ്സോടുകൂടി നമുക്ക് ഈ ലോകത്ത് ജീവിക്കാം. ഒരു ഉറുപ്പികക്ക് ഷൂ എന്ന് പറഞ്ഞിട്ട് അവസാനം പോലീസിൽ ആത്തി വീശേണ്ട വിധത്തിൽ ഒരു ഉറുപ്പികക്ക് ഷൂ കിട്ടാൻ വേണ്ടി പാതിരാത്രി മുതൽ കടക്ക് മുമ്പിൽ കാത്തിരിക്കേണ്ടി വന്ന കാലത്താണ് ഒരായുസിന്റെ പുണ്യം മുഴുവനും ഒരു രാത്രി തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്നു. ലൈലത്തുൽ ഖദറിന്റെ ധന്യമായ രാത്രി കഴിഞ്ഞു പോകുമ്പോ അതിന്റെ പ്രതിഫലം ഭാഗ്യവാന്മാരായ ആളുകൾ സ്വന്തമാക്കുമ്പോ അത് നേടാൻ കഴിയാതെ ഉറങ്ങി കൂർക്കം വലിച്ച് ജീവിതം നഷ്ടപ്പെടുത്തിയ ആ ദൗർഭാഗ്യവാന്മാരാവാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിന്റെ അവസാനത്തെ 10 വന്നാൽ ചെയ്യുന്ന 3 കാര്യങ്ങളുണ്ട്, മറക്കരുത്. 1, പ്രവാചകൻ തന്റെ രാത്രികളെ ജീവിപ്പിച്ചു, തന്റെ കുടുംബത്തെ വിളിച്ചു നിർത്തി ആരാധനാ കർമ്മങ്ങളിൽ പൂർവാധികം കരുത്തോടെ ആരാധനകളിൽ പ്രവാചകൻ മുഴുകി. പ്രിയപ്പെട്ടവരെ, ഈ രാത്രികൾ നമുക്കുള്ളതാണ്, ഈ പകലുകൾ നമുക്കുള്ളതാണ്. പാപികളായ നമ്മളോട് റബ്ബ് കാണിച്ച ഔദാര്യമാണ്. ആ ഔദാര്യത്തിന് നന്ദി കാണിക്കുന്ന മനസ്സിന്റെ ഉടമകളാകാൻ നമുക്ക് സാധിക്കണം. നന്നായിട്ട് പ്രാർത്ഥിക്കുക, രാത്രികളെ ജീവിപ്പിക്കുക, നമസ്കരിക്കുക, സ്വതക്ക ചെയ്യുക, നല്ലത് പറയുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. സംഭവിച്ചു പോയ തെറ്റുകൾക്ക് മനസ്സറിഞ്ഞ്, ഹൃദയമറിഞ്ഞ്, നമ്മുടെ ചുണ്ടുകൾ അറിഞ്ഞ്, നമ്മുടെ കണ്ണുകൾ അറിഞ്ഞ്, നമ്മുടെ കൈകൾ വരച്ച് റബ്ബിനോട് പ്രാർത്ഥിച്ചോളൂ. എവിടുന്നുമാവാം, പള്ളിയിൽ നിന്നാവാം, വീട്ടിൽ നിന്നാവാം, എവിടുന്നുമാവാം, പറഞ്ഞോളൂ. സ്വർഗത്തിലേക്കുള്ള ഈ യാത്രയിൽ നമ്മുടെ പ്രിയപ്പെട്ട കുടുംബത്തെയും നമ്മുടെ കൂടെ കൂട്ടാൻ മറക്കരുത്. നമ്മുടെ മക്കളൊക്കെ ജീവിക്കുന്ന അപകടകരമായ ഈ കാലത്ത് അവരെ നരകത്തിനു വേണ്ടി വലിച്ചെറിഞ്ഞ് നമ്മൾ സ്വാർത്ഥരാവരുത്. അവരെ കൂടി, പരീക്ഷകളൊന്നുമില്ലാത്ത കുട്ടികളെ അവരെ വിളിച്ചു നിർത്തി അവരെ കൂടി നന്മയുടെ ഭാഗത്തിന്റെ ഭാഗധേയമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിശുദ്ധമായ മാസത്തിന്റെ വരാനിരിക്കുന്ന മുഴുവൻ ദിവസങ്ങളെയും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ, ഈമാനോടെ, ഇഖ്ലാസോടെ, പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ ഉപയോഗപ്പെടുത്താൻ അല്ലാഹു നമുക്കെല്ലാവർക്കും ഈമാനും ഇഖ്ലാസും പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച എന്നുള്ള നിലക്ക് 2-3 കാര്യങ്ങൾ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട്. 1, ഇന്നത്തെ ഈ വെള്ളിയാഴ്ചയിൽ നമ്മുടെ സ്വതക്കകൾ സ്വീകരിക്കുന്നത് നമ്മുടെ നാട്ടിലെ, നമ്മുടെ പൂർവികരുടെ കഷ്ടപ്പാടിലൂടെ പണിതുയർത്തിയ ഒരുപാട് കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും ആശ്വാസവും തണലുമാകുന്ന നമ്മുടെ സ്ഥാപനമുണ്ടല്ലോ, യതീംഖാന അടക്കമുള്ള നമ്മുടെ അണ്ടിക്കുന്നിലെ നജാത്തുല്ലന. ഒരു വർഷത്തെ അതിന്റെ സഞ്ചാരത്തിന് ആവശ്യമായ ഉപജീവനം കണ്ടെത്തുന്നത് ഈ റമദാൻ മാസത്തിലാണ്. നമ്മുടെ പൂർവികരുടെ കഠിനാധ്വാനമാണ് ആ സ്ഥാപനം. അത് ഇട്ടു വീഴാതിരിക്കാൻ വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ വഴിയിലൂടെ അത് സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കളക്ഷൻ ആ സ്ഥാപനത്തിന് വേണ്ടിയാണ്. എല്ലാവരും അവനവനൊക്കെണ്ടാവുന്ന ഏറ്റവും നല്ല രൂപത്തിൽ ആ സ്ഥാപനത്തെ സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമത്തേത് നമ്മുടെ പെരുന്നാൾ നമസ്കാരമാണ്. ചെറിയ പെരുന്നാൾ, ഈദുൽ ഫിത്ർ നമസ്കാരം ഇൻഷാ അല്ലാഹ് ഈദ്ഗാഹ് നമ്മൾ വളരെ സന്തോഷത്തിലാണ്. നമ്മളിവിടെ ഞാൻ ആ കാര്യം പിന്നീട് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ഈ പള്ളിയുടെ പിറകിലായിട്ട്, നമ്മുടെ യതീംഖാനയുടെ സ്ഥലത്തിന്റെ തൊട്ടുപിറകിലായിട്ട്
നമ്മൾ അല്പം സ്ഥലം വാങ്ങിയിട്ടുണ്ട് ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി. ഞാൻ ആ ലക്ഷ്യത്തെക്കുറിച്ച് പറയാം. അപ്പൊ പെട്ടെന്ന് പറയാം, അവിടെയാണ് നമ്മുടെ ഈദ്ഗാഹ്. വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടു കൂടി തന്നെ നമ്മൾ ഈദ്ഗാഹ് ഒരുക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എന്നാണോ പെരുന്നാൾ, വെള്ളിയാഴ്ചയാണെങ്കിൽ വെള്ളിയാഴ്ച, അല്ലെങ്കിൽ ശനിയാഴ്ച, ആ പെരുന്നാളിന്റെ ദിവസം രാവിലെ 7:30 നമ്മുടെ പെരുന്നാൾ നമസ്കാരം നടക്കും. ഇത്തിരി വെയിലുള്ള സ്ഥലമാണ്, നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതുകൊണ്ട് 7:30 മറക്കരുത്. എന്നാണ്, എപ്പോഴാണ് പെരുന്നാൾ നമസ്കാരം? പെരുന്നാൾ ദിവസം രാവിലെ 7:30 നമ്മുടെ ഈദുൽ ഫിത്ർ നമസ്കാരം നമ്മൾ നടത്തും. കുടുംബസമേതം അയൽവാസികളെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും ഉൾപ്പെടുത്തി മനോഹരമായ സദസ്സിലേക്ക് എല്ലാവരെയും കൂട്ടി വരാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പെരുന്നാൾ ദിവസം രാവിലെ 7:30 നമ്മുടെ ഈദുൽ ഫിത്ർ നമസ്കാരം. അതിനു മുമ്പായിട്ട് നമ്മൾ നമ്മുടെ ഫിത്ർ സക്കാത്ത് പൂർണ്ണമായിട്ടും കൊടുക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ജീവനുള്ള എല്ലാ ആളുകൾക്കും. സാധാരണ സക്കാത്ത് പണമുള്ളവർക്ക് നിർബന്ധമാകുന്ന സക്കാത്ത, പക്ഷെ ഫിത്ർ സക്കാത്ത് ജീവന്റെ സക്കാത്താണ്. ജീവനുള്ള എല്ലാ മനുഷ്യർക്കും അവർക്ക് ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. ഒരാൾക്ക് ഒരു 2.5 കിലോ എന്ന അളവിൽ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാം. അപ്പൊ അത്ര ധാന്യം, ഒരു നാട്ടിലെ മുഖ്യമായ ഭക്ഷ്യധാന്യം എന്താണോ അതാണ് ഫിത്ർ സക്കാത്തായിട്ട് കൊടുക്കേണ്ടത്. നമ്മുടെ ഈ പള്ളിയിൽ ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട കളക്ഷൻ നടക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ബുധനാഴ്ചക്ക് മുമ്പേ എല്ലാവരും അവരുടെ ഫിത്ർ സക്കാത്തിന്റെ വിഹിതം കൊടുത്തു തീർക്കേണ്ടതുണ്ട്. ആ പണം കൊണ്ട് അരി വാങ്ങിയിട്ട് അതിന്റെ അവകാശികൾക്ക് നമ്മൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ബുധനാഴ്ചക്ക് മുമ്പായിട്ട് ഫിത്ർ സക്കാത്തിന്റെ വിഹിതം എല്ലാവരും, ഒരു വീട്ടിൽ എത്രയാളുണ്ടോ, ചെറിയ അന്ന് പ്രസവിച്ച കുട്ടി മുതൽ ശവ്വാലിന്റെ ചന്ദ്രപ്പിറവി ഉണ്ടാകുന്നതിന്റെ 1 മിനിറ്റ് മുമ്പ് ഒരു വീട്ടിൽ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ആ കുട്ടിയുടെ രക്ഷിതാക്കൾ, പ്രായമായവർ, എല്ലാവർക്കും. ഒരു വീട്ടിൽ എത്ര ആളുകളുണ്ടോ അത്രയും ആളുകൾക്ക് ആ കുടുംബനാഥന്റെ ബാധ്യതയാണ്. ഓരോരുത്തർക്കും ഇത്ര എന്ന രൂപത്തിൽ ആ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ, അത് കൊടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അതുകൊണ്ട് വലിയ ഗുണമുണ്ട് നമുക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫിത്ർ സക്കാത്ത് കൊണ്ട് 2 ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, നോമ്പുകാരന്റെ നോമ്പിൽ എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ഫിദിയത്തു സ്വായിം, നോമ്പുകാരന്റെ പ്രായച്ചിത്തമാണത്. നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു മാസക്കാലത്തെ നോമ്പിൽ വാക്കിലോ പ്രവൃത്തിയിലോ നോക്കിലോ എന്തെങ്കിലും വേണ്ടാത്തരങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രായച്ചിത്തമായിട്ട് റബ്ബ് അത് സ്വീകരിക്കും. രണ്ടാമത്തേത്, അത് പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണമാണ്. പെരുന്നാൾ ദിവസം ഭക്ഷണം കഴിക്കാനില്ലാതെ, അല്ലെങ്കിൽ അതിന്റെ തൊട്ടു ദിവസങ്ങളിൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഭയപ്പെടുന്ന ആളുകൾക്ക് അതിനുള്ള ഭക്ഷണം കൂടിയാണ് ആ ഫിത്ർ സക്കാത്ത്. അതുകൊണ്ട് തന്നെ ആ ഭക്ഷണത്തിന് വകയുള്ള ആളുകൾ അവർ ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ പറയണം, എൻ്റെ വീട്ടിലേക്ക് ഇത് തിരിച്ചു കൊണ്ടുവരരുത് കേട്ടോ എന്ന്. നമ്മൾ കൊടുക്കുന്നു, നമ്മൾ അതിനെ തിരിച്ചു വാങ്ങുന്നു. തികച്ചും വളരെ വിഡ്ഢിത്തമായ ഒരു പ്രവർത്തനത്തിന് നമ്മൾ ഇറങ്ങരുത്. അതിന്റെ അവകാശികൾക്ക് കൊടുക്കണം കേട്ടോ. ഇത് നിങ്ങളെ ഏൽപ്പിക്കുന്നത് സക്കാത്ത് കമ്മിറ്റിയോട് തീർത്തു പറയണം. ഞാൻ തരുന്ന അരി എന്റെ വീട്ടുമുറ്റത്ത് പ്ലാസ്റ്റിക്കിന്റെ കീസിൽ എത്തിക്കാൻ വേണ്ടിയല്ല കേട്ടോ നിങ്ങളെ ഏൽപ്പിക്കുന്നത്. ഇത് നിന്റെ അവകാശികളെ കണ്ടെത്തി അത് കൊടുക്കേണ്ട ചുമതലയുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തിയിട്ട് ഞാനത് കൊടുക്കുക. സക്കാത്ത് കമ്മിറ്റിയോട് ഞാൻ പറയട്ടെ, നിങ്ങളൊരു കമ്മിറ്റിയായി ഇതൊരു ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുമ്പോൾ ആ ഉത്തരവാദിത്തം നിർവഹിച്ചേ തീരൂ. അതിന് പറ്റില്ലെങ്കിൽ അത് വാങ്ങരുത്. നമ്മൾ വാങ്ങുന്നത് അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കണം. എങ്ങനെയെങ്കിലും കിട്ടിയ അരി തീർക്കാൻ വേണ്ടി അത് അവിടെ ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ട് അത് തീർക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. മാത്രമല്ല, പെരുന്നാൾ നമസ്കാരത്തിലേക്ക് ആളുകൾ പുറപ്പെടും മുമ്പ് ഫിത്ർ സക്കാത്ത് കൊടുത്തു തീർക്കണമെന്ന പ്രവാചകന്റെ കൽപ്പന നമ്മൾ മറക്കാതിരിക്കണം. സക്കാത്തും റമദാനുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. സക്കാത്ത് ഏതൊരു മനുഷ്യന്റെയും സ്വത്തവന്റെ കയ്യിലെത്തി ഒരു വർഷം പൂർത്തിയാകുന്നത് എപ്പോഴാണോ അപ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. വിളവിന്റെ കൃഷിയുടെ സക്കാത്ത് എപ്പോഴാണോ വിളവെടുക്കുന്നത് അപ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അതിന് റമദാനുമായി ബന്ധമില്ല. പക്ഷെ നമ്മൾ സാധാരണ ആളുകളൊക്കെ സക്കാത്ത് എപ്പോഴും കൊടുക്കാറ് റമദാനില്ല. ഒരു റമദാനിൽ കൊടുത്താൽ പിന്നെ ഒരു കൊല്ലം പൂർത്തിയാകുന്നത് റമദാനിലായിരിക്കുമല്ലോ. അതുകൊണ്ട് റമദാനിൽ സക്കാത്ത് കൊടുക്കാറുള്ള ആളുകൾ അവരുടെ സക്കാത്തിന്റെ കണക്കുകളൊക്കെ നോക്കിയിട്ട് ആ സക്കാത്ത് പൂർത്തിയാക്കി കൊടുക്കുക. സ്വർണത്തിന്റെ വിലകളൊക്കെ ഭയങ്കരമായി വർദ്ധിക്കുമ്പോൾ സക്കാത്ത് കൊടുക്കേണ്ട സംഖ്യയിലും അതിന്റെ വർധനവുണ്ടാവും. അത് മറക്കരുത്. അത് കൊടുക്കാത്തിടത്തോളം കാലം നമ്മുടെ സ്വത്ത് മുഴുവനും അശുദ്ധമാണെന്നും ആ അശുദ്ധമായ സ്വത്ത് കൊണ്ട് ഭക്ഷണം കഴിക്കുന്നിടത്തോളം കാലം നമ്മുടെ ഒരു ഇബാദത്തും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നില്ല എന്ന പ്രവാചകന്റെ ഗൗരവത്തോടു കൂടിയുള്ള താക്കീത് നമ്മൾ മറക്കരുത്. സക്കാത്ത് റമദാനിൽ കൊടുക്കുന്ന ആളുകൾ കണക്ക് കൂട്ടിയിട്ട് ആ സക്കാത്ത് കൊടുക്കാനുള്ള ഏർപ്പാടുകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ. ഒന്ന്, ഇന്നത്തെ സ്വതക്ക നമ്മുടെ അണ്ടിക്കുന്നിലെ അനാഥാലയം അറബി കോളേജ് ബന്ധപ്പെട്ട ആ വസ്തുവിന്റെ ഒരു വർഷത്തെ നിലനിൽപ്പിന് വേണ്ടിയാണ്. അത് മറക്കാതിരിക്കുക. രണ്ടാമത്തേത്, ഈദുൽ ഫിത്ർ നമസ്കാരം
നമസ്കാരം, പെരുന്നാൾ നമസ്കാരം ഇൻഷാ അല്ലാഹ് പെരുന്നാൾ ദിവസം രാവിലെ 7:30 നമ്മുടെ ഈ പള്ളിയുടെ തൊട്ടടുത്തുള്ള പ്രത്യേകമായ നമ്മുടെ ഈദ്ഗാഹിൽ വെച്ച് നടക്കും. എല്ലാവരും അതിൽ പങ്കെടുക്കുക. മൂന്നാമത്തേത് ഫിത്ർ സക്കാത്ത് ബുധനാഴ്ചക്ക് മുമ്പായിട്ട് അത് കൊടുത്തു തീർക്കാൻ ശ്രമിക്കുക. നാലാമത്തേത് റമദാനിൽ സക്കാത്ത് കൊടുക്കുന്ന ആളുകൾ ആ സക്കാത്തുമായി ബന്ധപ്പെട്ട കണക്കുകളൊക്കെ കൂട്ടി അത് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കുക. അവ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്യാനും ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് മാപ്പ് ചോദിക്കുവാനുമുള്ള സന്മനസ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നരകത്തിന്റെ ഭീകരമായ ശിക്ഷയിൽ നിന്ന് അല്ലാഹു നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. പടച്ച റബ്ബ് അവന്റെ കാരുണ്യമായി ഇസ്തിഗ്ഫാറും തൗബയും ഒക്കെ നമ്മുടെ മുമ്പിൽ പറഞ്ഞു വെക്കുമ്പോഴും അതൊന്നും ചെയ്യാൻ സാധിക്കാതെ അഹങ്കാരത്തോടുകൂടി നടന്നു പോകുന്ന ദൗർഭാഗ്യവാന്മാരിൽ നിന്ന് അല്ലാഹു നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഈ വിശുദ്ധമായ റമദാൻ അവസാനിക്കുമ്പോൾ ശവ്വാലിന്റെ മാസപ്പിറവി ഉണ്ടാകുമ്പോൾ പാപങ്ങളൊക്കെയും പടച്ച റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെച്ച് ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഒരു നല്ല മനസ്സിന്റെ ഉടമസ്ഥനാവാൻ പാപമുക്തമായ മനസ്സുമായി വരുന്നവർ മാത്രം രക്ഷപ്പെടുന്ന ആ പരലോകത്ത് പാപമുക്തമായ മനസ്സുമായി കയറി ചെല്ലാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ജീവിതത്തിൽ ഉപേക്ഷിക്കാൻ കഴിയാത്ത എല്ലാ തെറ്റുകളിൽ നിന്നും പടച്ച റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ പരിസരങ്ങളിൽ മാരകമായ രോഗത്തിന്റെ വലിയ വേദനയും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് സഹോദരീ സഹോദരന്മാരുണ്ട്. വെള്ളിയാഴ്ചകളിലൊക്കെ എല്ലാവർക്കും മുമ്പേ ഈ പള്ളിയിൽ എത്താറുണ്ടായിരുന്നു അവർ. ഇന്നവർ വേദനയുടെ സങ്കടം പറയുകയാണ്. അല്ലാഹു അവർക്ക് അവരുടെ രോഗങ്ങൾ ശമിപ്പിച്ചു കൊടുക്കട്ടെ, ശിഫ കൊടുക്കട്ടെ, അല്ലാഹു സമാധാനം നൽകട്ടെ. അല്ലാഹു അവർ അനുഭവിക്കുന്ന വേദനകളിൽ നിന്ന് അല്ലാഹു അവർക്ക് മോചനം നൽകുമാറാവട്ടെ. അവരെ ശുശ്രൂഷിക്കുന്ന പരിചരിക്കുന്ന കുടുംബങ്ങൾക്ക് അല്ലാഹു ക്ഷമയും സമാധാനവും ഹൃദയ വിശാലതയും നൽകുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. താങ്ങാൻ കഴിയാത്ത വേദനകളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. തകർന്നു പോകുന്ന സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളൊക്കെ പച്ച പിടിച്ചപ്പോഴേക്ക് അതിന്റെ ആനുകൂല്യം നേടാനാവാതെ കഷ്ടപ്പാടിൽ ജീവിച്ചു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു പരലോകത്ത് സന്തോഷം നൽകുമാറാവട്ടെ, സമാധാനം നൽകുമാറാവട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ആ മാതാപിതാക്കളെ കണ്ണു നിറയെ കണ്ട് അവരുടെ വാത്സല്യം നേടി അവരുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന ഭാഗ്യമുള്ള മക്കളാവാൻ അല്ലാഹു നമുക്ക് അവസരം നൽകുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളെ നന്നായി പരിചരിക്കാൻ അല്ലാഹു നമുക്ക് സന്മനസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരിക്കൽ പോലും അവരെ വേദനിപ്പിക്കാതെ, ഒരിക്കലും അവരെ കരയിപ്പിക്കാതെ, അവരുടെ മനസ്സിനെ കഷ്ടപ്പെടുത്താതെ സന്തോഷത്തോടെ അവരെ ചേർത്ത് പിടിക്കാൻ അല്ലാഹു നമുക്ക് കഴിവും കരുത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. മാതാപിതാക്കളുടെ തൃപ്തിയിലൂടെ അല്ലാഹുവിന്റെ തൃപ്തിയിലേക്ക് സഞ്ചരിക്കാൻ അല്ലാഹു നമുക്ക് അവസരം നൽകുമാറാവട്ടെ. നമ്മുടെ മക്കളൊക്കെ ജീവിക്കുന്നത് വളരെ അപകടകരമായ സാഹചര്യങ്ങളിലാണ്. അവരെ വഴിതെറ്റിക്കുന്ന ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് വ്യവസ്ഥിതികളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ മക്കളായി നമ്മുടെ മക്കളെ വളർത്തി തരുമാറാവട്ടെ. നമ്മൾ തളർന്നു പോകുമ്പോൾ നമുക്ക് താങ്ങാവുന്ന, നമ്മൾ വീണു പോകുമ്പോൾ നമ്മളെ പിടിച്ചുയർത്തുന്ന, നമ്മൾ രോഗികളാകുമ്പോൾ നമ്മളെ പരിചരിക്കുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മക്കളായി റബ്ബ് അവരെ വളർത്തി തരുമാറാവട്ടെ. നമ്മുടെ സഹോദരന്മാർ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കുടുംബത്തെയും സ്നേഹങ്ങളെയും വെടിഞ്ഞ് മരുഭൂമിയിൽ പണിയെടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ വല്ലാത്ത കഷ്ടപ്പാടിലാണ്, വേദനയിലാണ്, സങ്കടത്തിലാണ്, ഭയപ്പാടിലാണ്. വിളിക്കുമ്പോഴൊക്കെ പറയുന്നു പ്രാർത്ഥിക്കണം കേട്ടോ ഉസ്താദെ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എപ്പോഴും ഞങ്ങളുടെ കൈവശമുണ്ട്. നമ്മുടെ മക്കളാണവർ, നമ്മുടെ മാതാപിതാക്കളാണ്, പ്രിയപ്പെട്ടവരാണ്. അല്ലാഹുവേ അവർക്ക് നീ ആശ്വാസം നൽകണമേ റബ്ബേ, സമാധാനം നൽകണമേ റബ്ബേ. അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹുവേ അവർക്ക് നീ മോചനം നൽകണമേ റബ്ബേ. അല്ലാഹുവേ സമാധാനത്തിന്റെ പുലരികൾ, സന്തോഷത്തിന്റെ പുലരികൾ അവർക്ക് നീ എളുപ്പമാക്കി കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ നാട്ടിലെ ഏതൊരു പദ്ധതിയിലും ഏതൊരു കാര്യത്തിലും ഞങ്ങൾ സ്വപ്നം കാണുന്നത് അവരുടെ ഹൃദയത്തെയാണ്. ഞങ്ങളെ സഹായിക്കാൻ, ഞങ്ങളുടെ കൂടെ നിൽക്കാൻ, സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി ബർക്കത്തുള്ളവരായ നല്ല ദിവസങ്ങളിലേക്ക് അല്ലാഹുവേ അവരെ നീ പെട്ടെന്ന് എത്തിക്കണമേ റബ്ബേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, اللهم اجرنا من النار، اللهم اجرنا من النار، اللهم ادخلنا الجنة مع الابرار يا عزيز يا غفار. اللهم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم ربنا اغفر لنا ولوالدينا، اللهم ربنا اغفر لنا ولوالدينا، اللهم ربنا اغفر لنا ولوالدينا، اللهم رب ارحمهما كما ربياني صغيرا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وعلى آله وصحبه
വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.